എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. അവാച്യവാദാംസ ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ സിന്ധന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. സാരം: ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും. ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്? ഭാവാർത്ഥം: ആദ്യം അർജുനൻ്റെ അസ്ഥാനത്തായ അനുകമ്പാവേശം കണ്ട് കൃഷ്ണൻ വിസ്മയിച്ചു. അത് അനാര്യന്മാർക്ക് മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അർജുനൻ്റെ കരുണാഭാവത്തെ പറ്റിയുള്ള തൻ്റെ പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്തു. ശ്ലോകം 37. അതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയം. സാരം: കുന്തിപുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. ഭാവാർത്ഥം: ജയം അർജുനൻ്റെ കക്ഷിക്കാവുമെന്ന് നിശ്ചയിക്കാനാവില്ല. എങ്കിലും യുദ്ധം ചെയ്തേ കഴിയും. രണാങ്കണത്തിൽ വെച്ച് കൊല്ലപ്പെട്ടാലും സ്വർഗലോകങ്ങളിൽ വാഴാമല്ലോ. ശ്ലോകം 38. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സാരം: യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപം ഏൽക്കില്ല. ഭാവാർത്ഥം: യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് കൃഷ്ണൻ്റെ അഭീഷ്ടം അതാണെന്നർത്ഥം. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപങ്ങളെയോ ലാഭനഷ്ടങ്ങളെയോ ജയപരാജയങ്ങളെയോ കുറിച്ചുള്ള പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്തു ചെയ്യുന്നതും കൃഷ്ണനു വേണ്ടിയാവണം എന്നതാണ് ദിവ്യമായ അവബോധം. അവിടെ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് പ്രതികരണം ഉണ്ടാവില്ല. സ്വന്തം ഇന്ദ്രിയ സുഖത്തിനായി ചെയ്യുന്ന കർമ്മം സത്വഗുണത്തോടു കൂടിയായാലും രജോ ഗുണത്തോടു കൂടിയായാലും ശുഭാശുഭ ഫലങ്ങൾക്ക് വിധേയമാകുന്നു. എന്നാൽ കൃഷ്ണാവബോധമാർന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ഒഴുകിയ ഒരാൾക്ക് ലൗകിക പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്നതുപോലെ മറ്റാരോടും കടപ്പാടില്ല. അയാൾക്ക് ആരോടും ബാധ്യതയുമില്ല. ശ്ലോകം 39. യേഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. സാരം: ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെപ്പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തിയില്ലാത്ത കർമ്മം ചെയ്യുന്നതിനെപ്പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാവാം. ഭാവാർത്ഥം: നിരുക്തി എന്ന വൈദിക നിഘണ്ടു പ്രകാരം സാഖ്യം എന്നതിന് അർത്ഥം വിശദമായി പ്രതിപാദിക്കുന്നത് എന്നാണ്. ആത്മാവിൻ്റെ ശരിയായ സ്വഭാവത്തെ വിവരിക്കുന്ന തത്വശാസ്ത്രമാണ് സാഖ്യം. യോഗം ഇന്ദ്രിയ നിയന്ത്രണത്തിൻ്റെയും യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനൻ്റെ നിശ്ചയം ഇന്ദ്രിയ സുഖത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതത്രേ. തൻ്റെ പ്രധാന കടമ വിസ്മരിച്ചുകൊണ്ട് യുദ്ധം നിർത്താൻ അർജുനൻ ആഗ്രഹിച്ചു. ധൃതരാഷ്ട്രപുത്രരായ തൻ്റെ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും കീഴടക്കി രാജ്യം വാഴുന്നതിനേക്കാൾ അവരെ വധിക്കാതിരിക്കുന്നതാണ് കൂടുതൽ സന്തോഷപ്രദം. രണ്ടു വിധത്തിലായാലും ഇന്ദ്രിയ സുഖമാണ് അടിസ്ഥാന തത്വം. ബന്ധുക്കളെ ജീവനോടെ കാണുന്നതിലുള്ള സന്തോഷത്തിനും അവരെ ജയിക്കുന്നതിലുള്ള സന്തോഷത്തിനും നിദാനം വ്യക്തിഗതമായ സുഖാനുഭൂതി തന്നെ. ഒരുപക്ഷെ ജ്ഞാനത്തെയും കർത്തവ്യത്തെയും അതിനായി ബലികഴിക്കേണ്ടി വന്നാൽ കൂടി മുത്തച്ഛൻ്റെ ശരീരത്തെ കൊല്ലുന്നത് കൊണ്ട് ആത്മാവ് കൊല്ലപ്പെടുന്നില്ല എന്ന് കൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. താൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ശാശ്വതരായ വ്യക്തികൾ എന്ന് ഭഗവാൻ പറയുന്നു. അവർ പണ്ടു മുതൽക്കേ വ്യക്തികളായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. ഭാവിയിൽ വ്യക്തിത്വത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യും.
എന്തുകൊണ്ടെന്നാൽ നാം എല്ലാം വ്യക്തിത്വമുള്ള ശാശ്വതരായ ആത്മാക്കളാണ്. നാം പല വിധത്തിലും നമ്മുടെ ശരീരമാകുന്ന ഉടുപ്പുകൾ മാറ്റാറുണ്ട്. ഭൗതികമാകുന്ന ഈ ഉടുപ്പുമായുള്ള ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞതിന് ശേഷവും നാം വ്യക്തിത്വം നിലനിർത്തി പോരുന്നു. ആത്മാവിനെയും ശരീരത്തെയും കുറിച്ചു അപഗ്രഥനാത്മകമായ ഒരു പഠനം നടത്തി വ്യക്തമാക്കുകയാണിവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത്. ശരീരത്തെയും ആത്മാവിനെയും വിവിധ കാഴ്ചപ്പാടുകളിലൂടെ വിശദീകരിക്കുന്ന വിജ്ഞാനത്തെ വൈദിക നിഘണ്ടുവായ നിരുക്തി സാഖ്യം എന്ന് വിശേഷിപ്പിക്കുന്നു. നാസ്തികനായ കപിലൻ്റെ സാഖ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ആ നാസ്തിക കപിലൻ്റെ സാഖ്യത്തിന് എത്രയോ മുൻപ് തന്നെ കൃഷ്ണൻ്റെ അവതാരമായ യഥാർത്ഥ കപില മഹർഷി സാഖ്യ സിദ്ധാന്തം തൻ്റെ മാതാവായ ദേവഹൂതിക്ക് ഉപദേശിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ സദാ ക്രിയാത്മകനാണ്. അദ്ദേഹം പ്രകൃതിയെ വീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ സൃഷ്ടിയുണ്ടാകുന്നു. ഇതാണ് കപില സിദ്ധാന്തം. ശ്ലോകം 40. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. സാരം: നഷ്ടമോ ലോപമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്നു രക്ഷ നൽകുന്നു. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തോടെ അഥവാ ഇന്ദ്രിയ സംതൃപ്തിയെ കാക്ഷിക്കാതെ കൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുന്നതത്രേ കർമ്മത്തിൻ്റെ അതീന്ദ്രിയ വൈശിഷ്ട്യം. അത്തരം പ്രവർത്തനങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകുന്നുമില്ല. ഒരിക്കലും അവ നഷ്ടത്തിൽ കലാശിക്കുന്നുമില്ല. ഭൗതിക തലത്തിലുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനായി ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പാഴായിത്തീരുന്നു. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം ശാശ്വതമായ ഫലം ഉളവാക്കുന്നു. അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും അതുകൊണ്ട് കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മം ചെയ്യുന്നവർക്ക് അത് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നഷ്ടമില്ല. കൃഷ്ണാവബോധത്തോടെ അനുഷ്ഠിക്കുന്ന പ്രവർത്തനം കേവലം 1% പോലും അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നു. അടുത്ത തുടക്കം അതിൽ നിന്നാകാം. എന്നാൽ ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ അത് തികച്ചും നഷ്ടമായി ഭവിക്കുന്നു. ഒരു ചെറിയ ശതമാനം കൃഷ്ണാവബോധത്തോടെയായിരുന്നു അജാമിളൻ പ്രവർത്തിച്ചിരുന്നത്. എന്നിട്ടും ഒടുവിൽ ഭഗവത് കൃപയാൽ 100% ഫലം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.